കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിൽ ബെൽത്തങ്കടി താലൂക്കിൽ നേത്രാവതി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ധർമ്മസ്ഥല ഒരു സാധാരണ തീർത്ഥാടന കേന്ദ്രത്തിനപ്പുറം മതസൗഹാർദ്ദത്തിൻ്റെയും സാംസ്കാരിക വൈവിധ്യത്തിൻ്റെയും പ്രതീകമാണ്. ഈ പുണ്യനഗരം നൂറ്റാണ്ടുകളുടെ ചരിത്രവും പാരമ്പര്യവും സമന്വയിപ്പിച്ച് ശൈവ, വൈഷ്ണവ, ജൈന മതവിശ്വാസങ്ങളുടെ അപൂർവമായ സംഗമം പ്രകടമാക്കുന്നു. ആത്മീയത, ചരിത്രം, പൈതൃകം, പ്രകൃതി എന്നിവയുടെ സമന്വയത്താൽ ധർമ്മസ്ഥല തീർത്ഥാടകർക്കും സഞ്ചാരികൾക്കും ചരിത്രപ്രേമികൾക്കും ഒരുപോലെ ആകർഷണീയമായ ഒരു ലക്ഷ്യസ്ഥാനമാണ്. ശ്രീ മഞ്ജുനാഥ ക്ഷേത്രം, ഗോമതേശ്വര പ്രതിമ, മഞ്ജുഷ മ്യൂസിയം തുടങ്ങിയവ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകതകളെ ലോകത്തിന് മുന്നിൽ എടുത്തു കാട്ടുന്നുണ്ട്. ധർമ്മസ്ഥലയുടെ ഹൃദയഭാഗത്ത് നിലകൊള്ളുന്ന ശ്രീ മഞ്ജുനാഥ ക്ഷേത്രം ഏകദേശം 800 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു ആത്മീയ കേന്ദ്രമാണ്. പരമശിവനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ശൈവ പാരമ്പര്യത്തിന്റെ ആഴത്തിൽ വേരൂന്നിയ ഈ ക്ഷേത്രം വൈഷ്ണവ ജൈന സമന്വയത്തിന്റെ അപൂർവ ഉദാഹരണം കൂടിയാണ്. ക്ഷേത്രത്തിലെ പ്രധാന പൂജാരിമാർ മാധ്വ വൈഷ്ണവ ബ്രാഹ്മണരാണ്. അതേസമയം ക്ഷേത്രത്തിന്റെ ഭരണനിർവഹണം ജൈന വിശ്വാസികളായ ഹെഗ്ഡെ ബന്ദ് കുടുംബത്തിലെ കൈകളിലാണ്. ഈ സവിശേഷമായ സഹകരണം വ്യത്യസ്ത മതവിശ്വാസങ്ങൾ ഒന്നിച്ചു നിന്ന് ഒരു പുണ്യസ്ഥലത്തെ നിലനിർത്തുന്നതിന്റെ പ്രതീകമായി ധർമ്മസ്ഥലയെ മാറ്റുന്നുണ്ട്. ഈ ഐക്യത്തിന്റെ സന്ദേശം എല്ലാ മതങ്ങളെയും ഒരുപോലെ ബഹുമാനിക്കുന്ന ഒരു സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്നു. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് അന്നദാനത്തിന് വലിയ പ്രാധാന്യവുമുണ്ട്. ധർമ്മസ്ഥലയിലെ വിശാലമായ ഭക്ഷണശാല ഒരു ദിവസം 50,000-ലധികം ആളുകൾക്ക് ഭക്ഷണം നൽകാൻ ശേഷിയുള്ളതാണ്. ഉത്സവകാലങ്ങളിൽ, പ്രത്യേകിച്ച് ലക്ഷദ്വീപോത്സവം, ശിവരാത്രി, നവരാത്രി തുടങ്ങിയ സമയങ്ങളിൽ ഈ എണ്ണം 50,000-ൽ നിന്ന് 1,00,000-ന് മുകളിലേക്കും ഉയരാറുണ്ട്. ഈ ഭക്ഷണശാലയുടെ പ്രവർത്തനം പരിസ്ഥിതി സൗഹൃദവും ഊർജ്ജക്ഷമതയിലും മാതൃകാപരമാണ്. ആധുനിക സാങ്കേതിക വിദ്യകളും പരമ്പരാഗത രീതികളും സമന്വയിപ്പിച്ച് ഈ അടുക്കള ലോകത്തിന് തന്നെ ഒരു പ്രചോദനമാണ്. ഭക്ഷണം സൗജന്യമായി നൽകുന്ന ഈ പാരമ്പര്യം അന്നദാനം മഹാദാനം എന്ന ആപ്തവാക്യത്തിന്റെ ജീവിക്കുന്ന ഉദാഹരണം കൂടിയാണ്. ശ്രീ മഞ്ജുനാഥ ക്ഷേത്രത്തിന് സമീപം രത്നഗിരി എന്ന കുന്നിന് മുകളിൽ ഗോമതേശ്വരന്റെ ഗംഭീരമായ പ്രതിമയും നിലകൊള്ളുന്നുണ്ട്. 1973-ൽ ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ഈ 39 അടി ഉയരമുള്ള പ്രതിമ 13 അടി ഉയരമുള്ള പീഠത്തോടുകൂടി ഏകദേശം 175 ടൺ ഭാരമുള്ളതും കൂടിയാണ്. കർണാടകയിലെ 5 ഏകശില ബാഹുബലി പ്രതിമകളിൽ ഒന്നായ ഇത് ജൈനമത വിശ്വാസികൾക്ക് അതീവ പ്രാധാന്യമുള്ള തീർത്ഥാടന കേന്ദ്രമാണ്. ബാഹുബലിയുടെ ത്യാഗവും ധ്യാനവും പ്രതിനിധീകരിക്കുന്ന ഈ പ്രതിമ ജൈനമതത്തിന്റെ അഹിംസയുടെയും ആത്മനിയന്ത്രണത്തിന്റെയും സന്ദേശം ലോകത്തിന് നൽകുന്നു. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാമസ്തകാഭിഷേകം ഈ പ്രതിമയെ പാല്, തേന്, ചന്ദനം, കുങ്കുമം തുടങ്ങിയവ ഉപയോഗിച്ച് അഭിഷേകം ചെയ്യുന്ന ഒരു ഗംഭീര ചടങ്ങുമാണ്. ഈ സമയത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഭക്തർ ധർമ്മസ്ഥലയിലേക്ക് ഒഴുകിയെത്തുന്നു. പ്രതിമയുടെ ശാന്തമായ സാന്നിധ്യവും ചുറ്റുമുള്ള പ്രകൃതി ദൃശ്യങ്ങളും സന്ദർശകർക്ക് ആത്മീയ ശാന്തി പ്രദാനം ചെയ്യുന്നു. ധർമ്മസ്ഥലയുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ കാവലാളെന്ന നിലയിൽ ശ്രീ മഞ്ജുനാഥേശ്വര സാംസ്കാരിക പഠന കേന്ദ്രം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഈ കേന്ദ്രത്തിന്റെ ഭാഗമായ മഞ്ജുഷ മ്യൂസിയം കർണാടകയുടെ സമ്പന്നമായ ചരിത്രവും പൈതൃകവും സന്ദർശകർക്ക് മുന്നിൽ തുറന്നിടുന്നു. പുരാതന കയ്യെഴുത്തു പ്രതികൾ, ചിത്രങ്ങൾ, വാളുകൾ, കവചങ്ങൾ, പഴയകാല ക്യാമറകൾ, അപൂർവ വിൻറ്റേജ് കാറുകൾ, പുരാതന നാണയങ്ങൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി നിരവധി വസ്തുക്കൾ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഈ മ്യൂസിയം പഴയകാല ജീവിത രീതികളും കലാസംസ്കാരവും സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ സന്ദർശകർക്ക് കർണാടകയുടെ ചരിത്രത്തിലേക്ക് ഒരു സഞ്ചാരം നടത്താൻ അവസരമൊരുക്കുകയും ചെയ്യുന്നുണ്ട്. മ്യൂസിയത്തിന്റെ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസത്തിന്റെയും ഗവേഷണത്തിന്റെയും പ്രാധാന്യം ഊന്നിപ്പറയുന്നു. പ്രത്യേകിച്ച് ചരിത്ര വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ഇതൊരു നിധിശേഖരമാണ്. ധർമ്മസ്ഥലയുടെ മറ്റൊരു പ്രത്യേകത ഇവിടുത്തെ വിദ്യാഭ്യാസ സാമൂഹിക സേവന പ്രവർത്തനങ്ങളാണ്. ഹെഗ്ഡെ കുടുംബത്തിന്റെ നേതൃത്വത്തിൽ ധർമ്മസ്ഥല ക്ഷേത്ര സമിതി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഗ്രാമീണ വികസന പദ്ധതികൾ എന്നിവയിലൂടെ പ്രദേശത്തിന്റെ സമഗ്രമായ വികസനത്തിന് സംഭാവന നൽകുന്നുണ്ട്. SDM വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എഞ്ചിനീയറിംഗ്, മെഡിസിൻ, മാനേജ്മെന്റ് തുടങ്ങിയ മേഖലകളിൽ ഉന്നത വിദ്യാഭ്യാസം നൽകുന്നു. ശ്രീ ധർമ്മസ്ഥല മഞ്ജുനാഥേശ്വര ആശുപത്രി ആധുനിക വൈദ്യ സൗകര്യങ്ങൾ ഉപയോഗിച്ച് താഴ്ന്ന വരുമാനക്കാർക്ക് സൗജന്യവും കുറഞ്ഞ ചെലവിലുമുള്ളതുമായ ചികിത്സയും നൽകുന്നുണ്ട്. ഗ്രാമീണ ജനതയുടെ ഉന്നമനത്തിനായി ധർമ്മസ്ഥല ഗ്രാമാഭിവൃദ്ധി പദ്ധതി വഴി സൂക്ഷ്മ സാമ്പത്തിക സേവനങ്ങളും കാർഷിക പിന്തുണയും നൽകുന്നുണ്ട്. ധർമ്മസ്ഥലയിലെ ലക്ഷദ്വീപോത്സവം, ശിവരാത്രി, നവരാത്രി തുടങ്ങിയ ഉത്സവങ്ങൾ ആയിരക്കണക്കിന് ഭക്തരെ ആകർഷിക്കുന്നുണ്ട്.
ലക്ഷദ്വീപോത്സവം, പ്രത്യേകിച്ച് നേത്രാവതി നദിയുടെ തീരത്ത് ലക്ഷക്കണക്കിന് വിളക്കുകൾ തെളിയിക്കുന്ന ഒരു ദൃശ്യവിരുന്നും കൂടിയാണ്. ഈ ഉത്സവം ധർമ്മസ്ഥലയുടെ ആത്മീയവും സാംസ്കാരികവുമായ പ്രാധാന്യം ലോകത്തിന് മുന്നിൽ എടുത്തു കാട്ടുന്നുണ്ട്. നേത്രാവതി നദിയുടെ സമീപത്തുള്ള ഈ പുണ്യഭൂമി പ്രകൃതിയുടെ മനോഹാരിതയും ആത്മീയ ശാന്തിയും ഒരുപോലെ സന്ദർശകർക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. ചുരുക്കത്തിൽ ധർമ്മസ്ഥല ഒരു തീർത്ഥാടന കേന്ദ്രം മാത്രമല്ല, മതസൗഹാർദ്ദത്തിൻ്റെയും സാംസ്കാരിക സമന്വയത്തിൻ്റെയും ചരിത്ര പൈതൃകത്തിൻ്റെയും ഒരു ജീവനുള്ള സ്മാരകമാണ്. ശ്രീ മഞ്ജുനാഥ ക്ഷേത്രം, ഗോമതേശ്വര പ്രതിമ, മഞ്ജുഷ മ്യൂസിയം, വിദ്യാഭ്യാസ സാമൂഹിക സേവനങ്ങൾ എന്നിവയിലൂടെ ധർമ്മസ്ഥല കർണാടകയുടെ സാംസ്കാരിക ഭൂപടത്തിൽ ഒരു അനന്യ സ്ഥാനം നേടിയിരിക്കുന്നു. ആത്മീയത, ചരിത്രം, പ്രകൃതി, സേവനം എന്നിവയുടെ സമന്വയത്താൽ ഈ പുണ്യനഗരം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദർശകർക്ക് ഒരു അവിസ്മരണീയ അനുഭവം സമ്മാനിക്കുകയും ചെയ്യുന്നു.